എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നാളെ തന്നെ ആയാലോ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ പ്രീതി ചോദിക്കുകയാണ്, പക്ഷേ എനിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങാൻ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് പ്രീതി? നിന്റെയും കൂടി വാക്ക് കേട്ടിട്ടില്ലേ ഞാൻ? അന്നേരം പ്രീതി ചോദിക്കുകയാണ്, അർജുനേട്ടൻ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കുമെന്നോ മനസ്സിലാക്കണം. അർജുനേട്ടന് പുതിയ വിവാഹാലോചന വന്നത് മുതൽ അമ്മയുടെ ദേഷ്യവും സംശയവും ഒക്കെ കൂടി. എനിക്ക് ചുറ്റും എപ്പോഴും ഒരു സംശയത്തിന്റെ കണ്ണുണ്ട്. എന്റെ ഓരോ ഫോൺ കോളുകളും അമ്മ ശ്രദ്ധിക്കും. ഇടയ്ക്കിടെ മൊബൈൽ പരിശോധന വേറെ. അർജുനേട്ടന്റെ നമ്പർ മനഃപ്പാടമായതുകൊണ്ട് ഞാൻ സേവ് ചെയ്തിട്ടില്ല. ശാലിനിയുടെ പേര് തന്നെ മുന്താസ് എന്ന് മാറ്റിയാണ് സേവ് ചെയ്തിരിക്കുന്നത്. രാത്രി ഇനിയിപ്പോ വീടിന് വെളിയിൽ ഇറങ്ങുന്നതെങ്ങാനും അമ്മ കണ്ടാൽ തീർന്നു കഥ. ഇതൊക്കെ കേട്ട് ശാലിനി ചോദിക്കുകയാണ്, ശരി, അമ്മ കാണാതെ വീടിന്റെ പിൻവാതിൽ വരെ ഇറങ്ങി വരാൻ പറ്റുമോ പ്രീതിക്ക്? പ്രീതി പറയുകയാണ്, അതിപ്പോൾ പ്രീതിയുടെ പരിശ്രമമൊക്കെ കണ്ട് ശാലിനി പറയുകയാണ്, റിസ്ക് ഉണ്ടാവും പ്രീതി, ഇനിയിപ്പോ കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ. പ്രീതി പറയുകയാണ്, ശരി, പിൻവാതിൽ വരെ വരാം, പക്ഷെ ഗേറ്റിന് പുറത്ത് കിടക്കണ്ടേ? പിൻവാതിൽ വരെ വരാം എന്നുണ്ടെങ്കിൽ ഗേറ്റിന് പുറത്തേക്ക് എത്തിച്ച് അർജുനേട്ടന്റെ അടുത്തെത്തിക്കുന്ന കാര്യത്തിൽ ഞാൻ ഏറ്റു. ഇത് കേട്ട സന്തോഷത്തോടു കൂടി അർജുനും പറയുകയാണ്, വെരി ഗുഡ്, അപ്പോ അത് നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം അല്ലേ? ശാലിനി ചോദിക്കുകയാണ്, അല്ല, സമയം തീരുമാനിച്ചില്ല. പ്രീതി പറയുകയാണ്, വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ അതാണ് നല്ലത്. 9 മണി 10 മണി അത്രയുമാകുമ്പോൾ എല്ലാവരും കിടക്കും. ശാലിനി പറയുകയാണ്, എങ്കിൽ നമുക്കൊരു 11 ഫിക്സ് ചെയ്യാം, ഓക്കെ അല്ലേ? അർജുൻ പറയുകയാണ്, ഞാൻ കാറുമായി റോഡിൽ വെയിറ്റ് ചെയ്യാം, വീട്ടിൽ നിന്നും അങ്ങോട്ട് എളുപ്പമെത്താമല്ലോ. ശാലിനി ചോദിക്കുകയാണ്, അല്ല, എങ്ങോട്ടാണ് അപ്പോൾ നിങ്ങളുടെ യാത്ര? ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്കൊന്നും അല്ല. ആദ്യം ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ, അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെയുള്ള ഒരു യാത്ര. അപ്പോഴേക്കും സെറ്റിൽ ചെയ്യാനുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ പറ്റും. ശാലിനി പറയുകയാണ്, വെരി നൈസ്, അപ്പോൾ മുടങ്ങിയ ഹണിമൂൺ ട്രിപ്പ് പൂർത്തിയാക്കാൻ പോകുകയാണ് എന്നർത്ഥം. ഇത് കേട്ട് അർജുൻ പറയുകയാണ്, ഹണിമൂൺ ട്രിപ്പ് എന്നല്ല, ഹണിമൂൺ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ശാലിനി. അമ്മയുടെ ശാസനയിലും നിയന്ത്രണത്തിലുമായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇവളെ ഇന്ന് വരെ ഒരു 1 ഡേ ട്രിപ്പ് പോലും കൊണ്ടുപോകാൻ എന്റെ അമ്മ സമ്മതിച്ചിട്ടില്ല. അമ്മ എല്ലാത്തിനും ഓരോ തടസ്സങ്ങൾ ഉണ്ടാക്കും. ഇവൾക്കാണെങ്കിൽ അമ്മയെ നല്ല പേടിയും. അമ്മയുടെ മുഖം കറക്കുമ്പോഴേ ഇവൾ പറയും, അർജുനേട്ട, അത് വേണ്ട, നമുക്കത് ക്യാൻസൽ ചെയ്യാമെന്ന്. സന്തോഷമില്ലാതെ ഒരു ട്രിപ്പ് പോയിട്ട് എന്തിനാണ്? അമ്മയാണെങ്കിലോ മാരേജിന്റെ പിറ്റേ ദിവസം തന്നെ എന്നെ ജോലിക്ക് പറഞ്ഞു വിട്ട ആളാണ്. ഞങ്ങളെ ഒരു മുറിയിൽ കിടക്കാൻ അനുവദിച്ചത് തന്നെ വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശാലിനി പറയുകയാണ്, മാറ്റിവെച്ച സന്തോഷങ്ങളെല്ലാം തിരിച്ചു പിടിക്കണം അർജുനേട്ട. കുടകിൽ നിന്നുള്ള ഒരു കോടീശ്വര പുത്രൻ ലോ കോളേജിൽ എന്റെ ബാച്ചിൽ ഉണ്ടായിരുന്നു. ഒരു മൈക്രോവേവ് കമ്പനിയുടെ ഉടമ. ഇന്ത്യയിൽ വിൽക്കുന്ന മൈക്രോവേവ് ഓവനുകളുടെ 30% അവരുടെ കമ്പനിയുടേതാണ്. വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, നീ ഇങ്ങോട്ട് പോര്, ഞങ്ങളുടെ കമ്പനിയിൽ ലീഗൽ അഡ്വൈസർ ആയാൽ നീ 1 വർഷം കൊണ്ട് സമ്പാദിക്കുന്നത് അവിടെയാകുമ്പോൾ 1 മാസം കൊണ്ട് ഉണ്ടാക്കാമെന്നാണ്. കേട്ട് ശാലിനി പറയുകയാണ്, സെറ്റിലാവാൻ പറ്റിയ സ്ഥലമാണ് കുടക്, നല്ല കാലാവസ്ഥ, പിന്നെ കാഴ്ചകളും. കേട്ട് സന്തോഷത്തോടു കൂടി പ്രീതി പറയുകയാണ്, എന്റെ മനസ്സിന് താങ്ങാൻ പറ്റാവുന്നതിനേക്കാളും വലിയ സന്തോഷങ്ങളാണ് ഈ പറയുന്നത്. ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തകർന്നു പോകും, കേട്ടല്ലോ? നടന്നിരിക്കും. നിങ്ങളെ ഒരുമിപ്പിക്കാൻ പോകുന്നത് ഈ ശാലിനിയാണ്. പിന്നെ ആരും പിരിക്കില്ല രണ്ടാളിനെയും, മരണം വരെ. അതിനുശേഷം 3 പേരും കൈകോർക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലാണ്. അന്നേരം അവിടേക്ക് വരികയാണ് ദാസനും വിഷ്ണുവും. വണ്ടി നിർത്തിയ ശേഷം വിഷ്ണുവിനോട് ദാസൻ ചോദിക്കുകയാണ്, ആശാനെ, സാധനം കയ്യിലുണ്ടല്ലോ അല്ലേ? ഭദ്രമായി തിരിപ്പുണ്ടെന്നും പറഞ്ഞൊരു പേപ്പർ ദാസന് കാണിക്കുകയാണ് വിഷ്ണു. ആ പേപ്പറിൽ മുത്തം കൊടുക്കുകയാണ് വിഷ്ണു. ദാസൻ പറയുകയാണ്, ആളകത്തുണ്ടോ എന്ന് നോക്കട്ടെ. അതേസമയം ക്യാഷിലിരിക്കുന്ന ശാലിനിയെ കാണുകയാണ് ദാസനും വിഷ്ണുവും. ദാസൻ പറയുകയാണ്, ഉണ്ട് ആശാനെ, എങ്കിൽ വിളിച്ചിറക്കി കൊടുക്കാശാനെ. പക്ഷെ അല്ലട അത് എന്ന് പറഞ്ഞു നിന്ന് പരുങ്ങുകയാണ് വിഷ്ണു. അന്നേരം ദാസൻ ചോദിക്കുകയാണ്, അല്ല, ഇങ്ങോട്ട് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു? ആരടുത്തുണ്ടെങ്കിലും ഞാൻ ഈ ലവ് ലെറ്റർ കൊടുത്തിരിക്കും. ആര് കണ്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല. തല ഉയർത്തുന്ന ഞാൻ കൊടുക്കും. അയാള് കേട്ടപ്പോഴേ ഞാൻ കരുതിയതാണ് അവസാനം ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നുള്ളത്. അവനായി ശവമായി എന്ന് ഞാൻ കരുതിയതാണ്. ദാസന്റെ കളിയാക്കൽ കണ്ട് വിഷ്ണു പറയുകയാണ്, പോടാ, ഇതെല്ലാം എല്ലാ കാമുകന്മാർക്കും ഉണ്ടാവുന്നതാണ്. ദാസൻ പറയുകയാണ്, എവിടെന്ന്? ഞാൻ എത്ര കൊടുത്തിരിക്കുന്നു? ഒരു വിറയലും ഇല്ലാതെ. അത് കേട്ട് വിഷ്ണു ചോദിക്കുകയാണ്, ആർക്ക്? ഒരു 10-20 പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അതിശയത്തോടു കൂടി ചോദിക്കുകയാണ്, എന്നിട്ട് ആരെങ്കിലും വീണോ? വീഴുന്നത് ഞാനായിരിക്കും, അവരുടെയൊക്കെ അച്ഛനും ആങ്ങളമാരും ഒക്കെ അറിയുമ്പോൾ. അത് കേട്ട് ശവം എന്ന് പറഞ്ഞ് പല്ല് കടിച്ചമർത്തുകയാണ് വിഷ്ണു. വിഷ്ണു പറയുകയാണ്, ഇതിപ്പോ എങ്ങനെയെങ്കിലും കൊടുക്കണമല്ലോ, എങ്ങനെയാ കൊടുക്കുന്നത്? അന്നേരം മുറ്റത്ത് നിന്ന് പരുങ്ങുന്ന 2 പേരെയും കാണുകയാണ് ശാലിനി. അവരെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ശാലിനി വിളിക്കുകയാണ്, ഹലോ, ഇയാളോ? എന്താ അവിടെ നിൽക്കുന്നത്? കേറി വാ.
കേട്ട് ദാസൻ പറയുകയാണ്, ആശാനെ ദേ വിളിച്ചു. ആകെ വിറച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, ദേ വിറയ്ക്കുന്നടാ. വിഷ്ണുവിന് ധൈര്യം കൊടുക്കുകയാണ് ദാസൻ. ആശാന് എന്തൊരു ആശാനാണ്, പ്രാണസഖി വിളിച്ചാൽ പാഞ്ഞു ചെല്ലണ്ടേ? വേണ്ട വേണ്ടാന്ന് വിഷ്ണു പറയുന്നെങ്കിലും വിഷ്ണുവിനെ മുന്നോട്ട് വലിക്കുകയാണ് ദാസൻ. ശാലിനിയുടെ മുന്നിലേക്ക് പിടിച്ച് തള്ളുകയാണ് വിഷ്ണുവിനെ ദാസൻ. ശാലിനി പറയുകയാണ്, വാ ഊണ് കഴിക്കാം. ആകെ വിറച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, ഊണ് വേണ്ട. പിന്നെ ഞാൻ ഇയാളെ ഒന്ന് കാണാൻ വന്നതാണ്. എന്നെ കാണാനോ? ഇയാളിത് വാങ്ങണം എന്ന് പറഞ്ഞ് ലവ് ലെറ്റർ ശാലിനിക്ക് നേരെ നീട്ടുകയാണ് വിഷ്ണു. അന്നേരം അകത്തു നിന്നും ശാന്ത ശാലിനിയെ വിളിക്കുകയാണ്, ശാലിനി ഒന്നിങ്ങോട്ട് വരണേ. ലെറ്റർ വാങ്ങിയ ശേഷം ശാലിനി ചോദിക്കുകയാണ്, എന്താ ഇത്? വിഷ്ണു പറയുകയാണ്, കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരു വായ്പയ്ക്കുള്ള അപേക്ഷ. അത് കേട്ട് ദാസൻ കരുതുകയാണ്, കഥ മാറിയോ? സംശയിച്ച് ശാലിനി ചോദിക്കുകയാണ്, ഇത്രയും വലിയ വിലയുള്ള ആൾക്കെന്തിനാ ബാങ്കിൽ നിന്നും ലോൺ? പറയുകയാണ്, വണ്ടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അതാണിപ്പോൾ ബാധ്യതയായിട്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു വണ്ടി എടുക്കണം എന്നുള്ളത് ഏറെക്കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ CC ആണ്. ഉള്ളതെല്ലാം നുള്ളിപ്പിറക്കിയും കടം വാങ്ങിയുമാണ് ആദ്യത്തെ തവണ തന്നെ അടച്ചത്. ഇപ്പോൾ 3 മാസമായി തവണ മുടങ്ങിയിട്ട്. കഴിഞ്ഞ ദിവസം വണ്ടി പിടിച്ചു കൊണ്ടുപോകാൻ കുറെ ഗുണ്ടകളൊക്കെ വന്നിരുന്നു. നേരെ ഭാഗത്ത് നിന്നും ശാലിനിയെ രാജി വിളിക്കുകയാണ്. ശാലിനി പറയുകയാണ്, ദേ ഇപ്പോൾ വരാം. എന്നിട്ട് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, വലിയ കൊമ്പൻ മീശയും ഉരുണ്ട തടിയുമൊക്കെ ഉള്ളവരെ ഉടനെ കാശടച്ചില്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകുമെന്നാണ് അവര് പറയുന്നത്. അത് കേട്ട് ശാലിനി ചോദിക്കുകയാണ്, ഇയാളല്ലേ ആ ഓട്ടോക്കാരനെ അന്ന് അടിച്ച് താഴെയിട്ടത്? വിക്കി വിഷ്ണു പറയുകയാണ്, അത് നമ്മുടെ ഭാഗത്താണല്ലോ ന്യായം. ഇതിപ്പോ ഞാൻ അടയ്ക്കേണ്ട പണമല്ലേ? ഞാനിപ്പോ അവരെ അടിച്ചോടിച്ചാലും വേറെ ആൾക്കാർ വരുമല്ലോ. ഏത്? ഇടയ്ക്ക് ബുള്ളറ്റ് ഓടിക്കുന്നില്ലേ, അത് ഇവന്റെ ആണെന്നും പറഞ്ഞ് ദാസനെ ചൂണ്ടിക്കാണിക്കുകയാണ് വിഷ്ണു. കഴുത്തിലെ മാലയൊക്കെ കാട്ടിയിട്ട് വിഷ്ണു പറയുകയാണ്, പിന്നെ ഇതൊക്കെ മുക്കാണ്. താമസിക്കുന്നതാണെങ്കിൽ വാടക വീട്ടിലും അതിന്റെ വാടകയും കറണ്ട് ബില്ലും ഒക്കെ വേറെ. നേരം ചിരിച്ചുകൊണ്ട് ദാസൻ വിഷ്ണുവിന്റെ കൊട്ടാരം പോലുള്ള വീട് മനസ്സിലൊന്ന് ആലോചിക്കുകയാണ്. എല്ലാം കേട്ടിട്ട് ശാലിനി പറയുകയാണ്, അപ്പോൾ ഇയാളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ. അത് കേട്ട് വിഷ്ണു പറയുകയാണ്, അതെ, ഇതിന് അനുവാദം കിട്ടിയാൽ എന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. പക്ഷെ അതുകൊണ്ടൊന്നും ഇയാളുടെ പ്രശ്നങ്ങൾ തീരില്ല. ജീവിതത്തിന് ഒരു ലക്ഷ്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം. വണ്ടി, വാച്ച്, മൊബൈല് ഇതിന്റെയൊക്കെ ലേറ്റസ്റ്റ് മോഡൽ വാങ്ങിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ ജീവൻ മരണ പോരാട്ടം തന്നെ. കുറച്ചു കാലം കഴിഞ്ഞ് താൻ ആരായി തീരണമെന്നോ ജീവിതത്തിൽ ഒരു സമ്പാദ്യം വേണമെന്നോ നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല. ഇയാളെ ജീപ്പിലോ ബുള്ളറ്റിലോ കറങ്ങി നടക്കുന്നതല്ലാതെ ഒരു ജോലിക്കും പോകുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഇത് കേട്ട് ദാസൻ കരുതുകയാണ്, ജോലി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളെ അടിച്ച് പണം പിരിക്കുന്ന കാര്യമൊക്കെ ആലോചിക്കുകയാണ് ദാസൻ. ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാൽ കിട്ടും 1000-ഉം 1200-ഉം രൂപ. അറിയോ, അങ്ങനെ എന്തേലും നോക്ക് എന്ന് പറയുകയാണ് ശാലിനി. വീണ്ടും ശാന്ത വിളിക്കുകയാണ്, ശാലിനി ഒന്നിങ്ങോട്ട് വന്നേ. ദാ ചേച്ചി വരുന്നു, ഒരു മിനിറ്റ്. ശാലിനി ചോദിക്കുകയാണ്, ഇയാൾക്ക് അമ്മയുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, വയ്യാത്ത അമ്മച്ചിമാര് പോലും ഇപ്പോൾ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ഒരാൾക്ക് കഴിഞ്ഞുകൂടാനുള്ള വക അതിൽ നിന്നും കിട്ടും. ഇയാളുടെ അമ്മ എങ്ങനെയാണ്, ആരോഗ്യമുള്ള ആളാണോ? ആലോചിച്ച് ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, ആ തരക്കേടില്ല, ഇപ്പൊ കുഴപ്പമില്ല എന്ന് ശാലിനി പറയുമ്പോൾ സത്യഭാമ വീടിന്റെ ഉമ്മറത്തിരിക്കുന്ന കാഴ്ച ഒന്ന് ആലോചിക്കുകയാണ് ദാസൻ. ശാലിനി ചോദിക്കുകയാണ്, അല്ല ഇതിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിഷ്ണു പറയുകയാണ്, ഇയാള് വലിയ പഠിപ്പൊക്കെ ഉള്ള ആളല്ലേ, ഇതൊന്ന് വിശദമായിട്ട് വായിച്ചു നോക്കിയിട്ട് തെറ്റ് തിരുത്തിയിട്ട് അനുവാദം കിട്ടാനുള്ള പരുവത്തിലാക്കി തരണം. നേരം കുഞ്ഞേച്ചിന്ന് ശ്യാമ ഒന്ന് വിളിക്കുകയാണ്. അതെ വരുന്നു എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ശാലിനി. ശ്യാമ പറയുകയാണ്, അതെ ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണ്. അന്നേരം ശാലിനി ആ ലവ് ലെറ്റർ ശ്യാമയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, നീ ഇതെന്റെ മേശപ്പുറത്തേക്ക് വച്ചേക്ക്. എല്ലാം കണ്ട ശേഷം ദാസൻ ചോദിക്കുകയാണ്, ആശാനെ അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്ത് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ദാസൻ പറയുകയാണ്, അല്ല ഈ തൊഴിലുറപ്പിനും കൂലിപ്പണിക്കുമൊക്കെ പോകുന്ന കാര്യം. ദാസനെ പിടിച്ചു നുള്ളിയ ശേഷം വിഷ്ണു പറയുകയാണ്, ഇതെങ്ങാനും പുറത്തെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇത് തന്നെ കിട്ടണമെന്നും പറഞ്ഞ് വേദന കൊണ്ട് കരയുകയാണ് ദാസൻ. എനിക്ക് ഇടി കിട്ടിയാലും വേണ്ടില്ല, ആശാൻ ഇപ്പോൾ കൊടുത്ത ആപ്ലിക്കേഷന് അനുവാദം കിട്ടിയാൽ മതിയായിരുന്നു. ഇതിന് അനുവാദം കിട്ടിയാൽ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ ആയിരിക്കും. ശ്യാമ ലെറ്ററുമായി വീട്ടിലേക്ക് പോകുന്നത് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് വിഷ്ണുവും ദാസനും. പിന്നീട് കാണിക്കുന്നത് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരികെ വരുന്ന ശാരികയാണ്. അന്നേരം അതുവഴി ബൈക്കിൽ വരികയാണ് രാജീവ്. ശാരികയെ കണ്ട രാജീവ് പറയാണ്, ഗുഡ് മോർണിംഗ്. ശാരിക ചോദിക്കുകയാണ്, ഫുഡ് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ക്ലാസ് ഉണ്ടായിരുന്നു ശാരികയെ, കോളേജ് തുറന്നതല്ലേ ഉള്ളൂ, നിൽക്കാൻ പറ്റില്ല. അല്ല അവിടത്തെ വിശേഷങ്ങളൊക്കെ ശ്യാമ പറഞ്ഞറിയുന്നുണ്ട്. പിന്നെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്.
ഇവിടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലേ നിങ്ങളുടെ ഹോട്ടലിന്? ഉപ്പ് സാറ് അങ്ങനെ എന്തോ ഒരു സംഭവത്തിന് അമ്മയെ നിർബന്ധിപ്പിച്ച് ചേർത്തതായിട്ട് ഓർമ്മയുണ്ട്. എന്നാൽ അങ്ങനെ ഒന്നുണ്ട്. അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അത് റിന്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും കിട്ടും ഹോട്ടൽ നന്നാക്കാനുള്ള കുറെ പണം. റിന്യൂ ഒന്ന് മനസ്സിലാവാതെ ചോദിക്കുകയാണ് ശാരിക. അത് കേട്ട് ചിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, അല്ല അത് പുതുക്കിയിട്ടുണ്ട് എന്നർത്ഥം. അതിനിപ്പോൾ ഹോട്ടൽ ഇപ്പോൾ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി നേരെ ആക്കിയല്ലോ സാറേ. അല്ല, അതിന് മുൻപെടുത്ത ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ നിങ്ങളുടെ കയ്യിൽ? ഹോട്ടലൊക്കെ തകർന്നു കിടക്കുന്നതും മറ്റും. അത് കേട്ട് ശാരിക പറയുകയാണ്, അതുണ്ട്. അത് കാണിച്ചാൽ മതിയാകുമോ? അത് മാത്രമല്ല FIR വേണ്ടിവരും ആപ്ലിക്കേഷന്റെ കൂടെ. FIR? അതെ, അത് ഈ പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന ഒരു സംഭവമാണ്. പോലീസ് സംഭവ സ്ഥലം സന്ദർശിച്ച് തയ്യാറാക്കുന്ന പ്രാഥമിക വിവര റിപ്പോർട്ട്. നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണ് അത്. അത് ശരി. അതിന് ഞാൻ പോയാൽ മതിയാകുമോ എന്ന് ചോദിക്കുകയാണ് ശാരിക. അത് വേണ്ട, ഇയാളും ശാരദാമയും ഒന്നും പോകണ്ട. ശാലിനി അയച്ചാൽ മതി. ആ കുട്ടിക്കാണെങ്കിൽ ഈ വിഷയത്തിലൊക്കെ ഒരു ധാരണയുണ്ട്. സ്റ്റേഷനിൽ ചെന്ന് കയറിയാൽ ഈ കടലാസം കൊണ്ടേ അവള് തിരികെ വരത്തുള്ളൂ. ശരി, ഇപ്പോ തന്നെ വിളിച്ചു പറയാം. ഒരു നല്ല കാര്യമല്ലേ, നീട്ടിവെക്കേണ്ട. കറക്റ്റ്. എന്നാ പിന്നെ നടക്കട്ടെ, പിന്നെ കാണാം എന്ന് പറയുകയാണ് രാജീവ്. രാജീവ് പോകാൻ തുടങ്ങുമ്പോൾ ശാരിക പറയുകയാണ്, പിന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്ക്സോ? എന്തിന്? ആ ഫുഡ് ഫെസ്റ്റ് ഒക്കെ സംഘടിപ്പിക്കാനും വിജയിപ്പിക്കാനും ഒക്കെ കൂട്ടുനിന്നില്ലേ? ഇപ്പോതാ ഇൻഷുറൻസിന്റെ കാര്യവും പറഞ്ഞു. ഈ കാണിക്കുന്ന പരിഗണനയ്ക്കാണ് താങ്ക്സ്. സന്തോഷം. പക്ഷേ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ ഞാൻ മാത്രമായിരുന്നില്ലല്ലോ, ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ പിന്നണിയിൽ. IPS ഓഫീസറും വക്കീലും കുടുംബശ്രീ ഓഫീസറും വാർഡ് മെമ്പറും അടക്കം ഒരുപാട് പേര്. ഓരോരുത്തരെയും കണ്ട് താനിങ്ങനെ താങ്ക്സ് പറയുമോ? ഇല്ല, സാറിന് മാത്രമാണ് കുടുംബശ്രീ ഹോട്ടലിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ താങ്ക്സ്. ആലോചിച്ച് രാജീവ് പറയുകയാണ്, താല്പര്യം പക്ഷേ കുടുംബശ്രീ ഹോട്ടലിന്റെ കാര്യത്തിൽ അല്ല. അതറിയേണ്ട ഒരാൾ അറിയുന്നില്ല എന്ന് മാത്രം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അന്യനല്ലേ എന്ന് രാജീവ് പറയുമ്പോൾ ശാരിക ചോദിക്കുകയാണ്, ആര് പറഞ്ഞു കാര്യമില്ലാന്ന്? അന്ന് അമ്പലനടയിൽ വെച്ച് എന്നോട് ചോദിച്ചില്ലേ സാറിനെ ഇഷ്ടമാണോന്ന്? എനിക്ക് വേണ്ടിയാണ്. എന്റെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളണ്ട എന്ന് കരുതിയാണ് എനിക്ക് ചെരുപ്പ് വാങ്ങിക്കൊണ്ടുവന്നത് എന്നൊക്കെ. ആ ചെരുപ്പ് ഞാനിട്ടത് സാറിനെ ഇഷ്ടമാണെന്നുള്ള സൂചനയാണെന്നും മനസ്സിനെ തൊട്ടറിയുന്നതാണ് പ്രണയമെന്നും എന്നുള്ളതൊക്കെ ഒരേ ഡയലോഗ് ആയിരുന്നല്ലോ. അതൊന്നും വെറും ഡയലോഗ് ആയിരുന്നില്ല. ടോഡ് ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. എന്റെ ഹൃദയമാണ് സംസാരിച്ചത്, നാവല്ല. എന്നാൽ സാറിന്റെ ഹൃദയത്തിന്റെ സംസാരം ചെന്ന് പതിച്ചത് എന്റെ ഈ ഹൃദയത്തിലാണ്. എന്റെ ഈ കാലിൽ ഇപ്പോഴും കിടക്കുന്നത് സാർ തന്ന ചെരുപ്പ് തന്നെയാണ്. മാത്രവുമല്ല, ഇപ്പോഴും സ്വന്തം ഭക്ഷണം പങ്കുവെക്കാനായി നീക്കിവെച്ച് ശാരിക സാറിനെ നോക്കി ഇരിക്കാറുണ്ട്. എന്റെ ജീവിതകാലം മുഴുവനും എന്നെ ഇങ്ങനെ കാത്തിരിപ്പിക്കരുത്. സാറിനിനിയും വരാം, സാറ് വരണം. ശാരിക ഉണ്ടവിടെ സാറിനെ കാത്ത്. അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടക്കുകയാണ് ശാരിക. ശാരിക പോകുന്നത് സന്തോഷത്തോടു കൂടി നിന്ന് നോക്കുകയാണ് രാജീവ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് എത്തുന്ന വിഷ്ണുവിനെയാണ്. റൂമിലെത്തി ഡ്രസ് മാറാൻ നേരം വിഷ്ണു താഴെ കിടക്കുന്ന ഒരു പേപ്പർ കാണുകയാണ്. വിഷ്ണു കരുതുകയാണ്, ചേടാ ഇതെപ്പോ താഴെ പോയി? ശാലിനി എനിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കംപ്ലൈന്റ് അല്ലേ ഇത്? ഒന്നുകൂടി വായിച്ചു കളയാം. സമൂഹത്തിന് ഭീഷണി, അക്രമി എന്നൊക്കെ പറഞ്ഞ പേപ്പർ എടുക്കുകയാണ് വിഷ്ണു. ആ പേപ്പർ വായിച്ച് ആകെ അന്തം വിടുകയാണ് വിഷ്ണു. ഇത് ശാലിനിക്കുള്ള എന്റെ ലവ് ലെറ്റർ ആണല്ലോ. അപ്പോ ശാലിനിക്ക് ഞാൻ എന്താ കൊണ്ടുപോയി കൊടുത്തത്? ഭഗവാനെ, ചതിച്ചു. എനിക്കെതിരെ ശാലിനി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി യുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് ലവ് ലെറ്റർ ആണെന്ന് കരുതി അവൾക്ക് തന്നെ കൊണ്ടുകൊടുത്തു. ചതി പറ്റിയല്ലോ എന്റെ ഈശ്വര. എന്താ ഇപ്പൊ ചെയ്യുക ദൈവമേ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് വിഷ്ണു. ഫോൺ വിളിച്ച് ദാസ നീ എവിടെയാന്ന് ചോദിക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് ദാസനെയും വിഷ്ണുവിനെയുമാണ്. ദാസൻ ചോദിക്കുകയാണ്, ആശാൻ എന്തായി പറയുന്നത്? കത്ത് മാറിപ്പോയെന്നോ? എടാ, ശാലിനിക്ക് ഇന്നലെ നമ്മളൊരു ലവ് ലെറ്റർ എഴുതിയില്ലേ? അതല്ലേ നമ്മൾ രാവിലെ ഏട്ടത്തിക്ക് കൊടുത്തത്. എടാ അതല്ല, ശാലിനി എനിക്കെതിരെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നില്ലേ? ഉള്ള പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നു എന്നും പറഞ്ഞ് പലിശ പിരിക്കാൻ ചെല്ലുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഉദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതായിരുന്നല്ലോ പരാതിയുടെ ഉള്ളടക്കം. SIയെ മണിയടിച്ച് ഞാനത് സ്റ്റേഷനിൽ നിന്നങ്ങ് പൊക്കി. ഇന്ന് നീയല്ല, കമലിനായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ശരി, കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ കത്ത് മാറിപ്പോയി എന്നും പറഞ്ഞ് ലവ് ലെറ്റർ ഇനിയും കൊണ്ട് കൊടുത്താൽ പോരെ? പൊട്ട, ഇപ്പോൾ കൊടുത്ത കടലാസ് അവള് വായിക്കില്ലേ? അപ്പോൾ അവൾക്ക് മനസ്സിലാകില്ലേ അവൾ എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയാണ് അതെന്ന്? മനസ്സിലാകണമല്ലോ, സ്വാഭാവികം. അന്നേരം വിഷ്ണു പറയുകയാണ്, അതോടെ എല്ലാം തീരും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.